കാണാൻ സാധിക്കും. ഇതിൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്പീഡ് ഞാൻ നോക്കി, ബാക്കി വാഹനം വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ട്. സ്പീഡ് നോക്കി ഞാനൊന്ന് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ABS വർക്ക് ചെയ്യത്തില്ല, നോർമലായിട്ട് ABS വർക്ക് ചെയ്യത്തില്ല. ഇനി അത് വെച്ചോടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് പോയി. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ ബാക്കിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം, നമ്മുടെ ഈ ഒരു വാഗണാറിൽ നമ്മൾ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ഇപ്പോൾ കാണിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യെസ്, നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും കാണിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ മാത്രം വാർണിംഗ് ലൈറ്റ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഏതെങ്കിലും രീതിക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ആ വാർണിംഗ് ലൈറ്റ് കാണിക്കും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തു, ഫുള്ളായിട്ട് അപ്പ് ഡൗൺ ഫുൾ റിലീസ് ചെയ്തു, പക്ഷേ ആ വാർണിംഗ് ലൈറ്റ് പോയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഞാൻ ഈ വാഹനം ഒന്ന് എടുക്കട്ടെ. അപ്പം നമ്മളത് വാഹനം എടുക്കുകയാണ്. സാധാരണ രീതിക്ക് തന്നെയാണ് ഞാനിപ്പം ഡ്രൈവ് ചെയ്യുന്നത്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ക്യാമറാമാൻ്റെ കുറവ് കാരണം എല്ലാം സ്റ്റാൻഡിലാണ്, അതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റേതായ ഷേക്കിങ്ങും അവിടെ ഇവിടെയൊക്കെ സിംഗിൾ ക്യാമറയ്ക്ക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഏതായാലും ഞാനിപ്പോൾ വാഹനം ഓടിക്കുകയാണ്. ഞാൻ സ്പീഡും കാര്യങ്ങളൊക്കെ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞു തരാം. മെയിൻ റോഡിലോട്ട് ഇറങ്ങട്ടെ. ഞാനിപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ താഴത്തെ റോഡിലോട്ട് ചെല്ലുന്നു. വാഹനം ഓടിക്കേണ്ട ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. സീറ്റ് ബെൽറ്റ്, ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ സ്പീഡ്, ബാക്കിൽ നിന്ന് വരുന്ന വാഹനം ശ്രദ്ധിക്കുക. ഇതെല്ലാം നോക്കിയേ വാഹനം ഓടിക്കാവുള്ളൂ. ഹോൺ അടിച്ചോണം കാണാൻ പറ്റാത്ത രീതിയൊക്കെ വരുമ്പോൾ. ഏതായാലും ഞാൻ ഇവിടെയൊക്കെ ഇപ്പം നന്നായിട്ട് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടായിരുന്ന വാർണിംഗ് ലൈറ്റ് കാണിച്ചത് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഏതായാലും ഞാനിപ്പോൾ പോകുന്നൊരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ ആരും ഹോൺ അടിക്കില്ല, പക്ഷേ ആവശ്യത്തിന് ഹോൺ അടിച്ചോണം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന മെയിൻ റോഡിൽ കൂടെയാണ്. ഞാനിപ്പോൾ ഏകദേശം ആ വീഡിയോ കൂടെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം, കാരണം നിങ്ങൾക്കത് കാണുമ്പോഴേ വ്യക്തമാകത്തുള്ളൂ. മീറ്ററിൽ ഇപ്പോൾ എല്ലാവർക്കും കാണാം. ഞാനിപ്പോൾ പോകുന്ന സ്പീഡ് ജസ്റ്റ് 10 പോലും ആയിട്ടില്ല, കാരണം അതുപോലെ ബ്ലോക്കാണ്. ഏകദേശം സമയം എന്ന് പറയുമ്പോൾ 4 മണിയാകുന്നു, 4 o'clock. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ല കേട്ടോ തിരക്ക്. അപ്പോൾ 4 മണിക്കുള്ള തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്തൊരു പോക്കറ്റ് റോഡിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട്. ഏകദേശം ഞാൻ പോകുന്ന സ്പീഡ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, 40 km. 40 മേളിലോട്ട് കയറുന്നുണ്ട്. അപ്പം ഈ ഒരു സ്പീഡ് ഞാൻ നോക്കി, ബാക്കി വാഹനം വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ട്. സ്പീഡ് നോക്കി ഞാനൊന്ന് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ വാഹനം തെന്നിയാണ് നിന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വാഹനം തെന്നിയാണ് നിന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്കിംഗ് അല്ല, ബട്ട് നമ്മുടെ വാഹനം നോർമലായിട്ടുള്ള രീതിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്താണ്, ഞാൻ സൈഡിലോട്ട് ഒതുക്കി. നമുക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, ബട്ട് നോർമൽ ബ്രേക്ക് മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു കാരണവശാലും ABS വർക്ക് ചെയ്യണമെന്നില്ല, ABS വർക്ക് ചെയ്യത്തില്ല, നോർമലായിട്ട് ABS വർക്ക് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ആ ഫ്യൂസ് ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുന്ന പോലെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയേച്ചും ഞാൻ ആ ഫ്യൂസ് ഒന്ന് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിലൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, ഞാൻ അവിടെ ഒന്ന് നിർത്തി ഫ്യൂസ് എടുത്തു. ഫ്യൂസ് മറക്കല്ലേ, ഈ ഫ്യൂസാണ് നമ്മുടെ ഫ്യൂസ്. ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. പുറയുന്ന വാഹനം വരുന്നുണ്ട്, നോക്കിയിട്ടേ ഡോറ് തുറക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് പിടിപ്പിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫ്യൂസ് വരുന്ന സ്ഥലം എവിടെയാണ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കേസായതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി. ഓക്കെ, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചോടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് പോയി. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും പോയി. ഇനി ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടട്ടെ. സീറ്റ് ബെൽറ്റ് ഇട്ടേ നമ്മൾ വാഹനം ഓടിക്കാവുള്ളൂ, അതുകൊണ്ട് ആരും സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കരുത്. സേഫ്റ്റി ഫസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒത്തിരി പേര് കുറ്റം പറയും, മാരുതിയുടെ വാഹനം ഇതാന്നൊക്കെ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും ഇപ്പോൾ വാഹനം എടുത്തു. ഇനിയിപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്യും. അത് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോണം. അതായത് പുറയുന്ന വാഹനം വരുന്നില്ല. പിന്നെ ഇത് ആരും പരീക്ഷിച്ച് നോക്കല്ല. എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം, ആരും ഇത് പരീക്ഷിച്ച് നോക്കരുത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാനിത് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം ഞാൻ ഏതായാലും ബാക്കിൽ വാഹനം ഇല്ലെന്നുള്ള ഉറപ്പ് വരുത്തി. ഫ്രണ്ടിലും വലിയ കുഴപ്പമില്ല, ഏകദേശം സ്പീഡ് 40 ആണ്. ഞാൻ ചവിട്ടുകയാണ്. യെസ്, ഇപ്പം വാഹനം ഒരല്പം പോലും ഒരു സൈഡിലോട്ട് സ്കിഡാകുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല.
നല്ല പ്രോപ്പറായിട്ട് ABS വർക്ക് ചെയ്യുന്ന എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാൻ പറ്റും ABS വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. ഒരു കാരണവശാൽ ഈ ഒരു പരീക്ഷണം ആരും നടത്തി നോക്കരുത്. കാരണം ഇത് സേഫ് അല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ സേഫ് ആണ് എന്ന് കൺഫേം ആക്കിയതിന് ശേഷം എനിക്കിത് ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഈ വാഹനം നമ്മളോട് റെസ്പോണ്ട് ചെയ്യും എന്നറിയാവുന്ന രീതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. ഇത് കാണുന്ന ആരും ഈ പറഞ്ഞൊരു കാര്യം അനുകരിച്ച് നോക്കരുത്. ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ഇത് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി മാത്രമാണ്. കാരണം ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് വരാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണം അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഫ്യൂസ് പോയതായിരുന്നു. ആ ഫ്യൂസ് ഞാൻ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞപ്പം ഫംഗ്ഷൻ റെഡിയായി. നമ്മൾ ഈ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒരുപാട് പേരുണ്ട്. ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ബ്രേക്കിംഗ് നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാരണവശാലും അത് റിപ്പയർ ചെയ്യാതിരിക്കരുത്. കാരണം റിപ്പയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂണിറ്റിനും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഡിവൈസിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി റെഡിയാക്കാൻ ശ്രമിക്കുക. അത് ശ്രമിക്കുക എന്നല്ല, ചെയ്തോണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.